ഹായ് നമസ്കാരം. ഞാനിത് ഭയങ്കര ത്രില്ലില്ലാത്ത കാരണം ഞാനൊരാളെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം നോക്കാം, അയാളെ കണ്ടിട്ട് പച്ചടങ്ങ് നല്ലൊരു പാട്ട് കേൾക്കാം. എന്തായാലും നമുക്ക് അയാളെ കാണാം. ഇന്ന് ഇപ്പോൾ പ്രവാസി ആയൊരു എന്താ പറയുക നല്ലൊരു ഗായകൻ അദ്ദേഹത്തിനെ ഇന്ന് നമുക്കിന്ന് സന്ദർശിച്ചിട്ട് ഒരു പാട്ടൊക്കെ കേൾക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ റൂമിന് മുൻപിൽ എത്തിയിട്ട് അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, അല്ല ചോദിക്കല്ല, നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു പാട്ട് പാടാൻ പറയാം. നമുക്ക് കേൾക്കണ്ടേ, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കണം. അപ്പോൾ അതിന് വേണ്ടി ഭാഗത്തിൽ നമുക്ക് തുറക്കാം. അതൊക്കെ തുറന്നിട്ട് നമുക്കകത്തേക്ക് പോവാം. എന്നിട്ട് പാട്ട്, പുള്ളിക്കാരൻ്റെ ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കണം. വാ, നമുക്ക് ആളെ എവിടെയാണ് നോക്കാം. കിച്ചണിലാണ് സംശയമുണ്ട്. ഒരു മിനിറ്റ് നമുക്ക് നമ്മൾ ഇപ്പോൾ ബിജുവായുടെ റൂമിലേക്ക് കിച്ചണിൽ എന്തൊക്കെയോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ പോവാണ്. മൂളിപ്പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് സംഗതി എന്നുള്ളതൊക്കെ. ബിജുഭായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കണോ? എന്താ പരിപാടി ബിജുഭായ്? എന്താ ബീഫ് റോസ്റ്റ്. ഒക്കെ അടിപൊളിയുണ്ട്. കണ്ടു. ഓക്കെ ബിജുഭായ്, നമുക്കൊരു നല്ലൊരു പാട്ട് ഒന്ന് പാടാൻ പറ്റും ബിജുഭായ്? നമുക്കൊരെണ്ണം. അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. ഒരു 4 വരി പാടാം. 4 വരി അത് മതി. 4 വരി പാടിയാൽ മതി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം, എന്നാൽ ഓഫ് ചെയ്തിട്ട് പാടിയാൽ മതി. അപ്പോൾ നോക്കട്ടെ, ഞാനിപ്പോൾ എന്തായാലും ഇളക്കട്ടെ, എന്നാലും പറയാം. അന്ന് ഇളക്കിയിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു പാട്ട്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടമുള്ള ഒരു കലാകാരൻ നമ്മുടെ രവീന്ദ്രൻ മാഷാണ്. രവീന്ദ്രൻ മാഷ്. ആ മാഷിന്റെ ഒരു പാട്ട് ഞാൻ പാടുകയാണ്. ആയിക്കോട്ടെ. അത് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. ആരാരും കാണാതിയാരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, പുത്തുമ്പത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമുട്ടി നെഞ്ചോടു ചേർത്തിടുമോ, ആരാരും കാണാതിയാരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, പുത്തുമ്പത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമുട്ടി നെഞ്ചോടു ചേർത്തിടുമോ, പടിപ്പുറമേട്ടിൽ കന്നി നിലാവിൽ വെറുതെ വരുമോ ധനുമാസം, പടിപ്പുറമേട്ടിൽ കന്നി നിലാവിൽ വെറുതെ വരുമോ ധനുമാസം, ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ, ഒരു പാട്ടിൻ ശ്രുതിയാവാൻ ഒരു മൗനം മാത്രം, ആരാരും കാണാതിയാരോ മൽത്തൈമുല്ല പിന്നെയും പൂവിടുമോ. അപ്പോൾ ഭായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത്. ഗംഭീരമായിട്ടുണ്ട് ബിജുഭായ്, മനോഹരമായിട്ടുണ്ട് പാടിയത്. ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. സൂപ്പർ. എന്തായാലും ഒത്തിരി സന്തോഷം ബിജുഭായ്. ഓക്കെ. താങ്ക് യു. നമസ്കാരം.